നമ്മളിപ്പോൾ വടക്കുന്നാഥനിലാണ് നിൽക്കുന്നത്. തൃശ്ശൂർ എന്ന് കേൾക്കുമ്പോൾ വടക്കുന്നാഥനെ എല്ലാവരും ആദ്യം തന്നെ ഓർക്കും. ഇന്ന് വടക്കുന്നാഥൻ്റെ അവിടെ മകരവിളക്ക് ഇതായിട്ട് ദീപാഞ്ജലിയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതേ മറ്റേ ദീപാരാധന കഴിഞ്ഞ് ഇപ്പോൾ ദീപങ്ങൾ കൊളുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ അയ്യപ്പൻ്റെ നടയെന്നാണ് ദീപങ്ങൾ ഇവിടെ കത്തിച്ചു തുടങ്ങി. അയ്യപ്പൻ്റെ നടയെന്നാണ് കത്തിക്കൽ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇപ്പോൾ എല്ലായിടത്തും ദീപാരാധന കഴിഞ്ഞു. അതേ മൊത്തം ഇനിയിപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ദീപങ്ങളായിരിക്കും. പുറത്തും മറ്റേ തേക്കുംകാടിൻ്റെ ചുറ്റിനും അവിടെയും ദീപങ്ങൾ കത്തിക്കുന്നുണ്ട്. മൊത്തം ഇത് കത്തി വരുമ്പോൾ ഭയങ്കര രസമാണ് കാണാൻ. കൂട്ടായ ഭക്തജനങ്ങളുടെ കൂട്ടായ പരിശ്രമം കൊണ്ടാണ് അത് നടക്കുള്ളൂ എന്ന് വെച്ചാൽ വടക്കുന്നാഥന് ദീപം കത്തിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഒരു എളുപ്പമുള്ള കാര്യമല്ല. അത് എല്ലാവരും കൂടി ശ്രമിച്ചാൽ തന്നെ നടക്കുള്ളൂ. ഇവിടെ എല്ലാ ഭക്തജനങ്ങളും കൂടിയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും സ്റ്റാർട്ട് ചെയ്തുകൂടെ കത്തിക്കാനായിട്ട്. നമ്മളിപ്പോൾ ഇതേ പടിഞ്ഞാറ് നടയിലാണ് കേട്ടോ. ഇവിടെ ശ്രീമൂലസ്ഥാനത്ത് വിളക്കുകളൊക്കെ കംപ്ലീറ്റ് കത്തി എല്ലാം ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ എല്ലാ വിളക്കും കത്തി ഉള്ളിലും എല്ലാം കത്തി കഴിഞ്ഞു. ഇവിടെയും എല്ലാം നല്ല ഭംഗിയായിട്ട് ഭക്തജനങ്ങൾ കത്തിച്ചിട്ടുണ്ട്. നല്ല കാണാൻ നല്ല ഭംഗിയാണ്. മൊത്തം ദീപങ്ങളാണ് ചുറ്റിനും. മറ്റേ തേക്കുംകാടിൻ്റെ ചുറ്റിനും സൈഡിലൊക്കെ നല്ലോണം വിളക്കുകൾ കത്തിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ വടക്കേ ഗോപുരനടയിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ദീപങ്ങളൊക്കെ ഒരുവിധം തെളിഞ്ഞതേ ഇപ്പോൾ കണ്ടില്ലേ, ആൾക്കാർ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും വടക്കുന്നാഥൻ്റെ ചുറ്റിനും ദീപങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് കത്തിക്കാനുണ്ട്. അപ്പോൾ ഇത്രയും ഭക്തജനങ്ങൾ ഉള്ളതുകൊണ്ടാണ് അത് കത്തിച്ച് തീരുന്നത് തന്നെ. അപ്പോൾ അത് എപ്പോഴും കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുവിധമൊക്കെ ഒരു മുക്കാഭാഗമൊക്കെ കത്തിക്കഴിഞ്ഞു. ചുറ്റിനും ഇവിടെയൊക്കെ നിറച്ച് കത്തിയിട്ടുണ്ട്. എല്ലാ ഗോപുരത്തിൻ്റെ അവിടെയും വടക്കേ നടയിലും ഇപ്പോൾ ഇവിടെയൊക്കെ കുറേ ആലുകളുണ്ട്. ആലിൻ്റെ ചുറ്റിനും എല്ലാം മൊത്തം ദീപങ്ങളാണ് ഇവിടെ. ഫുള്ള് കത്തിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് എപ്പോഴും. ഇപ്പോൾ വടക്കുന്നാഥൻ്റെ കിഴക്കേ ഗോപുരനടയാണ് കേട്ടോ. ഇവിടെയും ദീപങ്ങൾ കത്തിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. ഇപ്പോൾ വടക്കുന്നാഥൻ്റെ തെക്കേ ഗോപുരനടയാണ് കേട്ടോ അത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കൊല്ലത്തിലൊരു പ്രാവശ്യമാണ് ഈ നട തുറക്കുള്ളൂ. അത് നെയ്തലക്കാവിലമ്മ പൂരത്തിൻ്റെ തലേ ദിവസം ഇതിലെയാണ് ഉള്ളിലേക്ക് പൂരത്തിന് തുടക്കം കുറിക്കാൻ വേണ്ടി ഉള്ളിലേക്ക് കയറുന്നത്. പിന്നെ നമ്മൾ കുടമാറ്റത്തിന് ആനകൾ ഇതിലെയാണ്, തെക്കേ നടയിലാണ് കുടമാറ്റം നടക്കുന്നത്. ഇതിലെയാണ് ആനകളൊക്കെ പുറത്തേക്ക് ഇറങ്ങുക.